സോ ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. എല്ലാവരും സ്ക്രീനിൽ കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഐഡിയൽ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ യൂസ്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ്. സ്ഥിരം കേരള PSC ഒരു ചോദ്യമാണ്. അത് ഏറ്റവും ഐഡിയൽ ടെമ്പറേച്ചർ ഏതാണ്? ഇൻ ദ ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ സ്ഥിരം കേരള PSC എക്സാമിന് കണ്ടിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പലരും എഴുതിയിട്ടുള്ള ആൾക്കാരാണോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പലരും എഴുതിയിട്ടുള്ള ആൾക്കാരാണോ? എല്ലാവരും യെസ് ആണ്. ഓർമ്മ ഉണ്ടായിരിക്കും. സ്ഥിരം കേരള PSC എക്സാമിന് ഒരു ചോദ്യമാണ്. യെസ് ആണല്ലേ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ആ ഒരു ചാപ്റ്റർ ഏതാണ്? സ്റ്റെറിലൈസേഷൻ അല്ലേ? സ്റ്റെറിലൈസേഷൻ എന്നല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നൊരു ഭാഗം എവിടെ നിന്നായിരിക്കും? സ്റ്റെറിലൈസേഷൻ അല്ലേ? അപ്പൊ ആദ്യം അറിയേണ്ട കാര്യം, സ്റ്റെറിലൈസേഷനും ആൻഡ് ഡിസിൻഫെക്ഷൻ നമ്മൾ വ്യത്യാസം എന്താണ്? ശ്രദ്ധിച്ച് കേട്ടോളം. ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു തരാൻ പോവുകയാണ്. സ്റ്റെറിലൈസേഷനും ആൻഡ് ഡിസിൻഫെക്ഷനും തമ്മിൽ വ്യത്യാസം എന്താണ്? എന്തായിരിക്കും സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? സ്പോറുകളോട് തന്നെ ഈ പറഞ്ഞ ദ കംപ്ലീറ്റ് ആൾ ദ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താ? സ്പോറുകളോടെ തന്നെ, സ്പോറുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കംപ്ലീറ്റ് ദ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സ്റ്റെറിലൈസേഷൻ വിളിക്കുക അല്ലേ? അല്ലേ വിളിച്ചൂടെ? അപ്പൊ ഈ ഇതിപ്പോ പഠിക്കുന്ന ആൾക്കാർ പലരും തോന്നും സ്പോർ എന്താ കുഞ്ഞുങ്ങളെ? സ്പോർ എന്ന് പറഞ്ഞ എന്താ? പലയിടത്തും ഇത് കേൾക്കാറ്, പക്ഷെ ആരും ചോദിക്കാറില്ല. സ്പോർ എന്തെന്ന് ചോദിക്കുക. സ്പോർ എന്ന് പറഞ്ഞ എന്താ? ഒരു ബാക്ടീരിയ ആയിക്കോട്ടെ, ഒരു ഫംഗ ആയിക്കോട്ടെ, ഒരു ആൽഗ ആയിക്കോട്ടെ, അതിനകത്തുള്ള ഒരു സിംഗിൾ സെൽ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താ? ഇപ്പൊ തന്നെ പറയണം. അതെന്താണ്? അത് ബാക്ടീരിയ ആയിക്കോട്ടെ, അത് ഫംഗസ് ആയിക്കോട്ടെ, ഓർ ദ ആൽഗ ആയിക്കോട്ടെ, അതിനകത്തുള്ള ഒരു സിംഗിൾ സെൽ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താ? ബാക്ടീരിയ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനകത്തുള്ള ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താ? സ്പോർ എന്ന് വിളിച്ചൂടെ? യെസ് ഓർ നോ? ഇത് ഇത്ര ദിവസം അറിഞ്ഞാത്ത അറിഞ്ഞുണ്ടായിരുന്നു സ്പോർ എന്തെന്ന്. ഇത് പലരും പഠിക്കും. സ്പോറോട് കൂടി ഈ പറഞ്ഞ എല്ലാ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്നു പഠിക്കും. പക്ഷെ ഇതാരും ശ്രദ്ധിക്കത്തില്ല. സ്പോർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ബാക്ടീരിയ ആയാലും ഫംഗ ആയാലും ഓർ ആൽഗ ആയാലും അതിനകത്തുള്ള സിംഗിൾ സെൽ ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ വിളിക്കുന്ന പേര് സ്പോർ എന്ന് വിളിക്കാം. അപ്പോ ആ പറഞ്ഞ സ്പോറോട് കൂടെ ചേർത്ത് ആ കംപ്ലീറ്റ് ദ മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യാൻ വിളിക്കുന്ന പേര് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കാം. അല്ലേ? ഇത് സ്പോർ ഉൾപ്പെടാതെ റിമൂവ് ചെയ്താൽ വിളിക്കുന്ന പേരെന്താ? സ്പോർ ഉൾപ്പെടാതെ ഈ പറഞ്ഞ കംപ്ലീറ്റ് ദ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്ത് വിളിക്കുന്ന പേര്. സ്പോറിനെ ഉൾപ്പെടാതെ ഈ പറഞ്ഞ കംപ്ലീറ്റ് ദ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്ന പേര് ദ ഡിസിൻഫെക്ഷൻ എന്ന് വിളിക്കാം. അപ്പോ ഇപ്പൊ തന്നെ പഠിച്ചോ, സ്റ്റെറിലൈസേഷനും ആൻഡ് ദ ഡിസിൻഫെക്ഷൻ നമ്മൾ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, ആദ്യം ഓർമ്മ വരേണ്ട പേരെന്താ? സ്പോർ എന്ന വാക്ക് ഓർമ്മ വരണ്ടേ? സ്പോർ എന്ന വാക്ക് ഓർമ്മ വരണം. എന്താ സ്പോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ആൻഡ് ആൽഗ ആയാലും അതിനകത്തുള്ള ഒരു സിംഗിൾ സെൽ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ വിളിക്കുന്ന പേര് സ്പോർ എന്ന് വിളിക്കാം. ആ സ്പോറോടുകൂടി ചേർത്ത്, ആ സ്പോർ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഇറ്റ്സ് ആൾ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യുന്ന വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? സ്റ്റെറിലൈസേഷൻ വിളിച്ചൂടെ? സ്പോറും കൂട്ടിച്ചേർത്താണെങ്കിൽ സ്റ്റെറിലൈസേഷൻ വിളിക്കാം. ഈ സ്പോർ ഇല്ലാതെയാണെങ്കിലോ ഡിസിൻഫെക്ഷൻ എന്ന് വിളിക്കാം. ആ രണ്ട് ടേംസിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി ഇത് രണ്ടും അല്ലാതെ ഒരു ടേം ഉണ്ട്.
സെപ്സിസ് എന്താ ദ സെപ്സിസ് എന്ന് പറഞ്ഞ എന്താ? ദ സെപ്സിസ് എന്ന് പറഞ്ഞ എന്താ? ഇറ്റ് ഇസ് ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഫെക്ഷൻ ആണോ? The presence of an infection is called as sepsis എന്ന് വിളിക്കാം. സെപ്സിസ് എന്ന് വിളിക്കാം. ഇനി അവിടെ ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ എന്ത് വിളിക്കാം? ആബ്സെൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് കാൾഡ് as asepsis എന്ന് വിളിക്കാമല്ലോ. ആബ്സെൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് കാൾഡ് as asepsis എന്ന് വിളിക്കാം. അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞത് സ്റ്റെറിലൈസേഷന്റെ മീനിങ് മനസ്സിലായി, ആൻഡ് ദ ഡിസിൻഫെക്ഷന്റെ മീനിങ് മനസ്സിലായി, ആൻഡ് ദ സെപ്സിസിന്റെ മീനിങ് മനസ്സിലായി, ആൻഡ് ദ സെപ്സിസിന്റെ മീനിങ് മനസ്സിലായല്ലോ. അവിടെ യെസ് യെസ് യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന എവിടെന്നാ? സ്റ്റെറിലൈസേഷൻ എന്നാണോ? അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന എവിടെ നിന്ന് വന്നിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന്? സ്റ്റെറിലൈസേഷൻ എന്നാണോ? ആണ്. ആണോടെ? ആണ്. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? There are 2 types of sterilization അല്ലേ? പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? ഏറ്റവും പ്രധാനമായിട്ട് 2 ടൈപ്പ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ദ ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, ആൻഡ് ദ കെമിക്കൽ മെത്തേഡ് ഉണ്ട് അല്ലേ? ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, ആൻഡ് ദ കെമിക്കൽ മെത്തേഡ് ഉണ്ട്. ആ ഫിസിക്കൽ മെത്തേഡിൽ വരുന്നത് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാം. ഫിസിക്കൽ മെത്തേഡിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ സൺലൈറ്റ് ഉണ്ടോ? സൺലൈറ്റ്, സൂര്യത്തിന്റെ വെളിച്ചം, സൂര്യ വെളിച്ചം ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയുണ്ട്? അറിയാമോ ആരെങ്കിലും? ഡ്രൈയിങ് ഉണ്ടോ? ഡ്രൈയിങ് ഉണ്ട്. ഡ്രൈ ഹീറ്റ് ആൻഡ് ദ മോയിസ്റ്റ് ഹീറ്റ് ഉണ്ടോ? ഉണ്ടോ? ഡ്രൈ ഹീറ്റ് ആൻഡ് മോയിസ്റ്റ് ഹീറ്റ് ഉണ്ടോ? എങ്കിൽ പറഞ്ഞേ, ഈ പറഞ്ഞ ഇൻസർനേഷൻ വരുന്ന ഇതില വളരെ സിമ്പിൾ ആൻസർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാം പറയാണ്. ഇത് ഇൻസർനേഷൻ വരുന്ന മെത്തേഡ് ഏതാ? ഡ്രൈ ഹീറ്റ് ആണോ? ഓർ ദ മോയിസ്റ്റ് ഹീറ്റ് ആണോ? എവിടെ ഇൻസിനറേഷൻ വരുന്നത്? ഇൻസിനറേഷൻ വരുന്നത് എവിടെയാ? ഇൻ ദ ഡ്രൈ ഹീറ്റിനകത്ത് വരുന്ന ടെക്നിക്ക് അല്ലേ? ഇൻ ദ ഡ്രൈ ഹീറ്റിനകത്ത് വരുന്ന ടെക്നിക്ക് എന്താ? ഇൻസിനറേഷൻ. വേറെ ഏതെങ്കിലും ഉണ്ടോ? ദ ഫ്ലെയിമിംഗ് ഉണ്ടോ? ഫ്ലെയിമിംഗ് ഉണ്ട്. അതുകൊണ്ടല്ലേ. ആൻഡ് ഹോട്ട് എയർ ഓവർ ഉണ്ടോ? പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ ഡ്രൈ ഹീറ്റിനകത്ത് വരുന്ന മെത്തേഡാണ്. ഇറ്റ്സ് ദ ഹോട്ട് എയർ ഓവനും ഉണ്ട്. അപ്പോൾ അവിടെ അറിയേണ്ട കാര്യം എല്ലാ കേരള PSC എക്സാമിനും ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് ദ ഹോട്ട് എയർ ഓവന്റെ ദ ടെമ്പറേച്ചർ എത്രയാ? എത്ര ടെമ്പറേച്ചർ? ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതും പഠിക്കണം. ദ ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ ഇറ്റ് 161 ഡിഗ്രി സെൽഷ്യസ് ആണോ? ആരെങ്കിലും ഓർമ്മിച്ച് പറഞ്ഞേ. ആണോടെ? ആൻസർ പറയടെ. എത്രയുടെ ആണോ? ചെറവറ പറഞ്ഞേ. കറക്റ്റ് 161 ഡിഗ്രി സെൽഷ്യസ് ആണോ? ആണല്ലേ. യെസ്. അത് എത്ര മണിക്കൂർ എത്തിക്കുക? അത് എത്ര മണിക്കൂർ എത്തിക്കുക? അരമണിക്കൂറാണോ? ഓർ 1 hour ആണോ? ഇന്ന് ഹോട്ട് എയർ ഓവനിൽ എത്ര മണിക്കൂറാ? അരമണിക്കൂറാണോ? 1 മണിക്കൂറാണോ? നിങ്ങൾ ഈ പറഞ്ഞ സ്കാൽപ്പും ഈ പറഞ്ഞ ഫോർസെപ്സും ആൻഡ് സിസേഴ്സും ആൻഡ് ഗ്ലാസ് ഇറഞ്ചും എല്ലാം എത്ര സമയം ഇടണം? പറയടേ. 30 മിനിറ്റ് ആണോ? 30 മിനിറ്റ് ആണോ? ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് എയർ ഓവൻ 30 മിനിറ്റ് ആണോ? 1 മണിക്കൂറാണോ? ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് എയർ ഓവൻ 30 മിനിറ്റ് ആണോ? ഓർ ഇറ്റ് ഈസ് 1 hour ആണോ? 1 മണിക്കൂറല്ലേ? അല്ലേ? ഇത് ഹോട്ട് എയർ ഓവന്റെ കാര്യമായി ചോദിക്കുന്നത്. ആണോടെ? അല്ലേ? അറിഞ്ഞൂടെ? ആണല്ലേ? ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ എത്ര കൊടുക്കണം?
ടെമ്പറേച്ചർ എത്ര? ഇറ്റ് ഇസ് 161°C. എത്ര മണിക്കൂറത്തേക്ക്? 1 മണിക്കൂറത്തേക്കാണ്. 1 മണിക്കൂറത്തേക്കാണ്. അടുത്ത വരുന്നത് ആട്ടോക്ലേവ് എവിടെ വരും? ആട്ടോക്ലേവ് എവിടെ വരും? പറയടേ. സ്റ്റെറൈൽ പാഡൊക്കെ ഇടുന്നത് എവിടെയാ? സ്റ്റെറൈൽ പാഡൊക്കെ ഇടുന്നത് എവിടെയാ? നിങ്ങൾ എവിടെ സ്റ്റെറൈൽ എവിടെയാണ്? ഈ പറഞ്ഞ ആട്ടോക്ലേവിലാണോ? ആട്ടോക്ലേവിലാണല്ലേ? ആ ആ അപ്പൊ ഇറ്റ്സ് ആട്ടോക്ലേവ് എവിടെ വരും? ഇൻ ദ മോയിസ്റ്റ് ഹീറ്റിൽ വരുന്നതല്ലേ? ഇറ്റ്സ് ആട്ടോക്ലേവ് വരുന്നത് എവിടെയാ? ഇൻ ദ മോയിസ്റ്റ് ഹീറ്റിലല്ലേ? അപ്പോൾ ഇൻ ദ മോയിസ്റ്റ് ഹീറ്റ് എത്ര ടെമ്പറേച്ചർ ഉണ്ട്? ടോട്ടൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട്? മോയിസ്റ്റ് ഹീറ്റ് എത്ര ടെമ്പറേച്ചർ ഉണ്ട്? യെസ്, ഇറ്റ് ഇസ് 121 നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇറ്റ് ഇസ് ഓട്ടോക്ലേവിന് വേണ്ടി ഉപയോഗിക്കും അല്ലേ? ഇറ്റ്സ് 121 നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇറ്റ്സ് ഓട്ടോക്ലേവിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ അവിടെ വരുമ്പോൾ ടെമ്പറേച്ചർ എത്രയാ? ടെമ്പറേച്ചർ 121 ഇപ്പൊ പറഞ്ഞു. അവിടെ എത്ര മിനിറ്റ് ഉപയോഗിക്കും നമ്മൾ ഓട്ടോക്ലേവ്? ഒരു 15 ആണോ 30 ആണോ 1 മണിക്കൂറാണോ? പലവട്ടം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഓട്ടോക്ലേവിന് നമ്മൾ എത്ര മിനിറ്റ് ഉപയോഗിക്കും? ഇറ്റ് 15 അല്ലേ? 15 പറഞ്ഞത് അതിന്റെ പ്രഷർ ആണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞത് 15 എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ദ പൗണ്ട് പ്രഷർ ആണോ? നിങ്ങൾ പറയണം. ഇപ്പൊ തന്നെ പഠിക്കണം. നിങ്ങൾ 15 എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ദ പൗണ്ട് പ്രഷർ ആണോ? അതിന്റെ ആണ്. അപ്പൊ അത് എത്ര മിനിറ്റ് ഉപയോഗിക്കും? ഇറ്റ് ഇസ് ദ 30 മിനിറ്റ് ആണോ? കറക്റ്റ് 30 മിനിറ്റ് ആണോ? ഇറ്റ്സ് ഓട്ടോക്ലേവ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും ഐഡിയൽ ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് 121°C. എത്ര സമയത്തേക്കാ? 30 മിനിറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇറ്റ് ഇസ് ദ പൗണ്ട് പ്രഷർ ആണോ ചോദിച്ചിരിക്കുന്നത്? നോക്കിയടേ, ആ ഒരു ടെമ്പറേച്ചറിന്റെ കൂടെ എന്തുണ്ട്? ഇറ്റ് ഇസ് ദ പൗണ്ട് പ്രഷർ അല്ലേ? ദാറ്റ് ഇസ് PSI. ദാറ്റ് ഇസ് ദ PSI എന്നാൽ ദാറ്റ് ഇസ് ദ പൗണ്ട് പ്രഷർ അല്ലേ? അല്ലേ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ദ സി ആണോ? ഓപ്ഷൻ ദ സി ആണോ? യെസ്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഈ ഒരു ക്വസ്റ്റിനെ പറ്റി ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 1 മിനിറ്റ് സ്പീഡിൽ വായിച്ചേ. ടെസ്റ്റ് യൂസ് ടു ഡിറ്റക്ട് ദ ഫോളോയിങ്. ഏതായിരിക്കും ഇവിടെ? ടെസ്റ്റ് ആലോചിച്ച് പറഞ്ഞേ. ഏത് ടെസ്റ്റാ? ഏതാ? ആലോചിച്ച് പറഞ്ഞേ. അസറ്റോൺ ആണോ? ഷുഗറാണോ? ആൽബുമിൻ ആണോ? ഓർത്ത ബൈലാണോ? ഏത് ടെസ്റ്റ് ആയിരിക്കും? പറഞ്ഞേ. ESI ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞിട്ട് തെറ്റിയും കൂടെ ആൻസർ പറയും. ഏത് ടെസ്റ്റാ? യൂറിൻ. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം ഈ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? അവ പറയണം. അപ്പൊ അറിയേണ്ട കാര്യം ഈ പറഞ്ഞ യൂറിൻ ഔട്ട്പുട്ട്
യൂറിന്റെ പി എച്ച് ഏതാ? അസിഡിക് ആൽക്കലയാണോ? യൂറിന്റെ പി എച്ച് അസിഡിക് ആൽക്കലയാണോ? അസിഡിക് അല്ലേ? അസിഡിക് അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എത്രയാ? അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ യൂറിൻ എന്നൊരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ പറയാൻ പോവുകയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ 1.015 തൊട്ടാണോടെ? 1.015 തൊട്ട് ഏത് വരെയാ? 1.015 മുതൽ ഏത് വരെയാ? എല്ലാവരും പറയണം, എല്ലാവരും പറയണം. തെറ്റിയാൻ കുഴപ്പമില്ല, പറയട്ടെ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ 1.015 തൊട്ട് 1.025 ആണോ? 25 വരെയാണോ? 25 വരെയാണോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എന്ന് പറയുന്നത്? ആണല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് 1.015 തൊട്ട് 1.025. അത് ഓർമ്മിച്ചാൽ മതി, ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. അവിടെ വരുമ്പോഴാണ് ഫസ്റ്റ് ടെസ്റ്റ്. ഇത് യൂറിൻ വരുന്ന ഫസ്റ്റ് ടെസ്റ്റ് ഏതാ? ഇത് ഈ പറഞ്ഞ യൂറിന്റെ ഷുഗർ നോക്കാൻ വേണ്ടി ടെസ്റ്റ് ഏതാണ്? അസറ്റോൺ ടെസ്റ്റ് ആണോ? ഓർ ദ ബെനഡിക്ട് ടെസ്റ്റ് ആണോ? യൂറിന്റെ ഷുഗർ നോക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഇറ്റ് ഇസ് ദ ബെനഡിക്ട് ടെസ്റ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ഗ്ലൂക്കോസ് മെഷർ ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഇസ് യൂറിനിലുള്ള ഈ പറഞ്ഞ ദ ഗ്ലൂക്കോസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ യൂറിൻ എടുക്കുമ്പോൾ അവിടെ ടോട്ടൽ എത്ര ഡ്രോപ്സ് യൂറിൻ എടുക്കും? അത് ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അവിടെ ടോട്ടൽ എത്ര ഡ്രോപ്സ് യൂറിൻ എടുക്കും? എത്ര ഡ്രോപ്സ് എടുക്കും? 8 ഡ്രോപ്സ് ആണോ? 8 ഡ്രോപ്സ് അല്ലേ? 8 ഡ്രോപ്സ് യൂറിൻ എടുക്കും അല്ലേ? ടോട്ടൽ 8 ഡ്രോപ്സ് യൂറിൻ എടുക്കും. എത്ര സൊല്യൂഷൻ മിക്സ് ചെയ്യും? 5 ml ബെനഡിക്ട് സൊല്യൂഷൻ അല്ലേ? 5 ml സൊല്യൂഷൻ അല്ലേ? അപ്പൊ 5 ml സൊല്യൂഷനിൽ ടോട്ടൽ 8 ഡ്രോപ്സ് യൂറിൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ ഡ്രോപ്പ് പഠിച്ചു. ടോട്ടൽ എത്ര ഡ്രോപ്സ്? ടോട്ടൽ 8 ഡ്രോപ്സ് യൂസ് ചെയ്യുന്നതും പഠിച്ചു. ഇനി അവിടെ നിന്ന് ചോദിക്കുന്ന സ്ഥിരം 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് കളർ ചേഞ്ച് ആണോ? இந்த കളർ ചേഞ്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ പറഞ്ഞ ടെസ്റ്റിൽ ഈ പറഞ്ഞ ബെനഡിക്ട് ടെസ്റ്റിൽ അവിടെ വരുന്ന കളർ ചേഞ്ചുകൾ എല്ലാ കേരള PSC എക്സാമിനും ചോദിക്കുന്നതാണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആണോടെ? അത് പഠിക്കണ്ടേ? പഠിക്കണം. അത് അടുത്ത ക്വസ്റ്റ്യനാ. അതിനെ കുറിച്ച് പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലാണ്. ഇവിടുത്തെ ആൻസർ എന്താ? അപ്പോ ഇറ്റ് ഇസ് യൂറിനിൽ എപ്പോഴും നമ്മൾ നോക്കും. ഇത് ഷുഗർ ആണോ? ഷുഗർ ആണോ? ഷുഗർ ആണോ? ഷുഗർ ആണല്ലേ? ഷുഗർ ആണോടെ ഈ ടെസ്റ്റിന്? ഷുഗർ ആണ് അല്ലേ? എല്ലാരും പറ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഷുഗർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പറഞ്ഞ ബെനഡിക്ട് ടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും? ആൻസർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അതും ഷുഗർ ആണോടെ? പറയടേ, ചെറവർ ആൻസർ കമന്റ്. അതും ഷുഗർ അല്ലേ? യെസ് ആണ്. അപ്പം ഈ പറഞ്ഞ ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് കളർ ചേഞ്ചാ കാണുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ആണ്. അവിടെ കളർ ചേഞ്ച് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അവിടെ എന്ത് കളറാണ് കാണുന്നത്? ഇതിന്റെ ബ്ലൂ അല്ലേ? ബെനഡിക്ട് ടെസ്റ്റിൽ അവിടെ ഒരു കളർ ചേഞ്ചും ഇല്ലെങ്കിൽ അവിടെ എന്ത് കളർ കാണാൻ പറ്റും? ബ്ലൂ കളർ കാണാൻ പറ്റും. അപ്പൊ സ്കോർ എത്ര കൊടുക്കുന്നത്? സീറോ ആണോ? സീറോ എടുക്കും അല്ലേ? ഇറ്റ് കളർ ബ്ലൂ ആണെങ്കിൽ സീറോ ആയിരിക്കും. ഇനി ഗ്രീൻ കളർ ആണെങ്കിലോ? ഗ്രീൻ കളർ ആണെങ്കിൽ എന്ത് സ്കോർ ആയിരിക്കും കാണുന്നത് അവിടെ? 0.5 ആണോ? 0.5 ആണോടെ?
0.5 ആണോ? 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 ആലോചിച്ച് പറയുക, ആലോചിച്ച് പറയുക. എല്ലാരും 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 പറ, എല്ലാരും പറ, സമയം തരാം, എല്ലാരും പറ. പലരും കേട്ടോണ്ടിരിക്കുന്നു. പറയടേ, ആൻസർ പറയടേ, സമയമില്ല, ആലോചിച്ച് പറ. അറിയില്ലാത്ത എത്ര പേരുണ്ട്? എത്ര ഉണ്ട്? എത്ര 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 പേര് അറിയില്ല? എത്ര പേരുണ്ട്? ഇതാണ് കുഞ്ഞുങ്ങളെ, ഇതാണ് കുഞ്ഞുങ്ങളെ, മറന്നുപോയി, മറന്നുപോയി. ഇറ്റ്സ് ബ്ലൂ ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 0 ആയിരിക്കില്ല. ഇറ്റ്സ് ബ്ലൂ ആണെങ്കിൽ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. ആൻഡ് ഗ്രീൻ ആണെങ്കിലോ? ആൻഡ് ഗ്രീൻ ആണെങ്കിൽ 0.5 അല്ലേ? ആൻഡ് ഗ്രീൻ ആണെങ്കിൽ അത് 0.5. ആൻഡ് ഇറ്റ്സ് കളർ യെല്ലോ ആണെങ്കിലോ? ആൻഡ് കളർ യെല്ലോ ആണെങ്കിലോ ഇറ്റ്സ് സ്കോർ 1 വരും അല്ലേ? സ്കോർ 1 അല്ലേ? ഇറ്റ്സ് യെല്ലോ എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 1 ആയിരിക്കും. ആൻഡ് കളർ ഓറഞ്ച് ആണെങ്കിൽ എത്രയായിരിക്കും? ആൻഡ് കളർ ഓറഞ്ച് ആണെങ്കിൽ എത്രയായിരിക്കും? ഇറ്റ്സ് 1.5 അല്ലേ? ഇറ്റ്സ് ഓറഞ്ച് ആണെങ്കിൽ എത്ര കൊടുക്കുക? ഇറ്റ്സ് 1.5. ആൻഡ് 2 കൊടുക്കുന്ന എവിടെയാ? ആൻഡ് 2 കൊടുക്കുന്ന എവിടെയാ? ഇറ്റ്സ് ദ കളർ, ദ റെഡ് കളർ ആണെങ്കിൽ ആ പറഞ്ഞ 5 ml സൊല്യൂഷൻ നമ്മൾ ഇറ്റ്സ് 8 ഡ്രോപ്സ് യൂറിൻ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല റെഡ് കളർ ആണെങ്കിൽ, നല്ല റെഡ് കളർ ആണെങ്കിൽ സ്കോർ എത്രയാ? റെഡ് കളർ ആണ് സ്കോർ 2. ഈ പറഞ്ഞ കളർ ഇറ്റ്സ് ഓറഞ്ച് കളർ ആണെങ്കിൽ എത്രയാ? ഈ പറഞ്ഞ കളർ ഇറ്റ്സ് ഓറഞ്ച് ആണെങ്കിൽ 1.5. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് യെല്ലോ കളർ ആണെങ്കിൽ എത്രയാ സ്കോർ? 1 ആ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്കോർ ഈ പറഞ്ഞ ഗ്രീൻ ആണെങ്കിൽ 0.5. ആൻഡ് ബ്ലൂ ആണെങ്കിൽ സ്കോർ 0 കൊടുക്കാം. ടോട്ടൽ എത്ര മല? ടോട്ടൽ എത്ര ml? 5 ml സൊല്യൂഷനിൽ ടോട്ടൽ 8 ഡ്രോപ്സ് അല്ലേ? 5 ml സൊല്യൂഷൻ ടോട്ടൽ 8 ഡ്രോപ്സ് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. സോ എല്ലാവർക്കും ഇറ്റ് ദ ബെനഡിക്ട് ടെസ്റ്റ് ക്ലിയർ ആയോ? എല്ലാവർക്കും ഈ പറഞ്ഞ ഇറ്റ് ദ ബെനഡിക്ട് ടെസ്റ്റ് ക്ലിയർ ആയോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ இந்த യൂറിനുമായി ബന്ധപ്പെട്ട് പിന്നെ വേറെ ടെസ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ ടെസ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ ടെസ്റ്റ് ഉണ്ടോ? പിന്നെ വേറെ ടെസ്റ്റ് ഉണ്ടോ? വേറെ ഏത് ടെസ്റ്റ് ഉണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ദ റോത്തിറാസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്? ദ റോത്തിറ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ടിങ് ഫോർ ദ ഷുഗർ ആണോ, അസറ്റോൺ ആണോ, ആൽബുമിൻ ആണോ, ഓർ ദ ബൈൽ ആണോ? എല്ലാവരും പറയണം. അസറ്റോൺ, അസറ്റോൺ എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം തന്നെ പറയാ, ഈ ഒരു ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ റോത്തിറ ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് അസറ്റോൺ ടെസ്റ്റും എന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലേ? അസറ്റോൺ ടെസ്റ്റും എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ഒഴിക്കും? ഫസ്റ്റ് എന്ത് ഒഴിക്കും? ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫസ്റ്റ് എന്ത് ഒഴിക്കും? എന്തൊഴിക്കും? യൂറിൻ ഒഴിക്കും അല്ലേ? ആണോ അല്ലേ? അതെന്തെടുക്കും? ഫസ്റ്റ് എന്തെടുക്കും? യൂറിൻ എടുക്കത്തില്ലേ? ഫസ്റ്റ് യൂറിൻ എടുക്കത്തില്ലേ? ആ ഒരു ടെസ്റ്റിൽ ഫസ്റ്റ് എന്തെടുക്കും? യൂറിൻ എടുക്കത്തില്ലേ? അതിന്റെ കൂടെ നമ്മൾ എന്താ മിക്സ് ചെയ്യുന്നത്? അവിടെ ക്വസ്റ്റ്യൻ. അതിന്റെ കൂടെ നമ്മൾ എന്താ മിക്സ് ചെയ്യുന്നത്? അതിന്റെ കൂടെ നമ്മൾ എന്താണ് മിക്സ് ചെയ്യുന്നത്? പലവട്ടം കേരള PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു സംഭവം എഴുതും, അതെന്താണെന്ന് പറയണം. NH4SO4 എന്താണ്? ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം?
ഇറ്റ്സ് NH4SO4 എന്ന് പറഞ്ഞ എന്താ? എന്താ NH4SO4? ആലോചിക്കും. പണ്ട് ഈ പറഞ്ഞ +2 പറഞ്ഞ കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ എന്തായിരിക്കും ഇവിടെ? അമോണിയം സൾഫേറ്റ് ആണോ? അമോണിയം സൾഫേറ്റ് ആണോ? അമോണിയം സൾഫേറ്റ് അല്ലേ? അപ്പോൾ ആദ്യം അസറ്റോൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റോത്ര ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിൽ എന്ത് മിക്സ് ചെയ്യുന്നുണ്ട്? അമോണിയം സൾഫേറ്റ് മിക്സ് ചെയ്യുമ്പോൾ അമോണിയം സൾഫേറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് പർപ്പിൾ കളർ കിട്ടിയാൽ അവിടെ എന്ത് പോസിറ്റീവ് ആണ്? അവിടെ എന്ത് പോസിറ്റീവ് ആയിരിക്കും? അവിടെ ഷുഗർ ആണോ, അസറ്റോൺ ആണോ? പറയടേ. അസറ്റോൺ. യെസ്. ചോദിച്ചെഴുതുമല്ലോ. ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിൽ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസറ്റോൺ ടെസ്റ്റിന് മറ്റൊരു പേരെന്താ? ഇവിടെ ചോദിക്കുന്ന ഫസ്റ്റ് കേരള PSC ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അസറ്റോൺ ടെസ്റ്റിന്റെ മറ്റൊരു പേരെന്താ? റോത്രാസ് ടെസ്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ ഈ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? ഇത് റോത്ര ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? അമോണിയം സൾഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ടെസ്റ്റിൽ കിട്ടുന്ന കളർ ചേഞ്ച് എന്താണ്? എപ്പോഴും സ്ഥിരം ചോദിക്കുക ക്വസ്റ്റ്യൻ. എന്ത് കളർ ചേഞ്ച്? എന്ത് കളറാ? പർപ്പിൾ കളർ കിട്ടുന്നത് ഇവിടെയാണെന്ന കാര്യം കൂടെ മറക്കരുത്. സോ അപ്പൊ ഇവിടത്തെ ആൻസർ അസറ്റോൺ. ക്ലിയർ ആയല്ലോടെ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. എല്ലാ യൂറിനുമായി ബന്ധ ക്വസ്റ്റ്യൻ ആണ്. The bile salt in urine is detected by which one of the following tests? Is the Berry test ആണോ, or the Rothera test ആണോ, or the Hay test ആണോ? ടെസ്റ്റ് ആണ്. ഏത് ടെസ്റ്റ് ഉപയോഗിച്ച് ബൈൽ സാൾട്ടുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? എല്ലാവരും പറയണം. ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും പറയണം. ഓപ്ഷൻ ഡി. ഇറ്റ് ഹേ ടെസ്റ്റ് അല്ലേ? അവിടെ അപ്പൊ എന്ത് മിക്സ് ചെയ്യും? അപ്പൊ അതിനെ കുറിച്ച് പറയണ്ടേ? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിൽ ഫസ്റ്റ് യൂറിൻ എടുക്കുന്നു. അതിന്റെ കൂടെ എന്താ മിക്സ് ചെയ്യുന്നത്? ഇവിടെ സൾഫർ ആണോ? സൾഫർ മിക്സ് ചെയ്യുന്നുണ്ടോ? ആണോടെ? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് യൂറിൻ എടുക്കുന്നു, അതിൽ കൂടെ എന്താണ് മിക്സ് ചെയ്യുന്നത്? നമ്മൾ സൾഫർ മിക്സ് ചെയ്യുമ്പോൾ സൾഫർ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ സൾഫർ യൂറിനുമായിട്ട് സിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു സൾഫർ താഴോട്ട് വരികയാണെങ്കിൽ, ആ രണ്ടും കൂടെ സിങ്ക് ചെയ്തുകൊണ്ട് സൾഫർ താഴോട്ട് വരികയാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് പോസിറ്റീവ് അല്ലേ? അല്ലേടെ? ആ ഒരു ടെസ്റ്റ് പോസിറ്റീവ് അല്ലേ? അല്ലേ? എസ് ആ സൾഫർ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ രണ്ടും കൂടെ കൂടിച്ചേർന്ന് സൾഫർ യൂറിന്റെ താഴോട്ട് വരികയാണെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. പേഷ്യന്റ് യൂറിൽ എന്തുണ്ട്? ഇറ്റ് ബൈൽ സാൾട്ട് ഉണ്ട്. പേഷ്യന്റ് യൂറിൽ എന്തുണ്ട്? ഇറ്റ് ബൈൽ സാൾട്ട് ഉണ്ട്. അപ്പൊ ഈ ടെസ്റ്റ് ഏതാ? ഇറ്റ് ഹേ ടെസ്റ്റ് അല്ലേ? അതല്ലേ? എല്ലാവരും ഹേ ടെസ്റ്റ് ആണ്. ഇതുപോലെ ഇവിടുന്ന് ടെസ്റ്റ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാം? ഈ പറഞ്ഞ ബൈൽ പിഗ്മെന്റ് കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ഏതാ? ഇറ്റ് ബൈൽ പിഗ്മെന്റ് കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ഏതാ? സ്മിത്ത് ടെസ്റ്റ് ആണ്. സ്മിത്ത് ആണോടെ? സ്മിത്ത് ടെസ്റ്റ് ആണോ? ബൈൽ പിഗ്മെന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താ? സ്മിത്ത് ടെസ്റ്റ് ആണല്ലേ? സ്മിത്ത് ടെസ്റ്റ് ആണ്. അവിടെ ഈ പറഞ്ഞ ഫസ്റ്റ് യൂറിൻ എടുക്കും, അവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, യൂറിൻ എടുക്കുന്നു. ആ യൂറിന്റെ കൂടെ നമ്മൾ എന്താ മിക്സ് ചെയ്യുന്നത്? ആർക്ക് പറയാം?
ആ യൂറിന്റെ കൂടെ നമ്മൾ എന്താണ് മിക്സ് ചെയ്യുന്നത്? എന്ത് മിക്സ് ചെയ്യും? എന്ത് മിക്സ് ചെയ്യും? അയോഡിൻ ആണോ? ആണോ? ആണോടെ? പറയടേ. ഇറ്റ്സ് അയോഡിൻ ആണോ മിക്സ് ചെയ്യുന്നത്? എല്ലാവരും പറയും. എല്ലാവരും പറയും. യെസ്. ഇതിൽ ഇപ്പൊ നിങ്ങൾ പലരും തന്നെ ആൻസർ പറയാതിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ആൻസർ പറയാതിരിക്കുന്നത്? എന്തുകൊണ്ട് ആൻസർ പറയണം? എല്ലാവരും പറയണം. നിങ്ങൾ തെറ്റിയാൽ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞു പഠിക്കണം. ഇപ്പൊ പറയണം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ യൂറിന്റെ കൂടെ അയഡിൻ മിക്സ് ചെയ്യുമ്പോൾ എന്ത് കളർ കിട്ടും? ഈ പറഞ്ഞ യൂറിന്റെ കൂടെ അയഡിൻ മിക്സ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന കളർ ഏതാ? അവിടെ എന്ത് കളർ കിട്ടും? അതുകൂടെ പഠിക്കാം. എന്ത് കളർ കിട്ടും? ഇത് ഗ്രീൻ കളറാണോ? ഇറ്റ്സ് ഗ്രീൻ കളർ കിട്ടുകയാണെങ്കിൽ അവിടെ എന്ത് പോസിറ്റീവ് ആയിരിക്കും? ഇറ്റ്സ് ഗ്രീൻ കളർ കിട്ടുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും? ഇറ്റ് ഇസ് ദ ബൈൽ പിഗ്മെന്റ് പ്രസന്റ് ആൻഡ് ഇറ്റ് ഇസ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ആ പേഷ്യന്റ് യൂറിന്റെ കൂടെ നമ്മൾ അയോഡിൻ മിക്സ് ചെയ്യാൻ സമയത്ത് കിട്ടുന്ന കളർ ഇസ് ഗ്രീൻ കളർ ആണെങ്കിൽ അവിടെ ഇസ് ദ ബൈൽ പിഗ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ കേരള പീസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ്സ് ബൈൽ സാൾട്ട് കണ്ടുപിടിക്കാൻ അവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? സ്ഥിരം കേരള പീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ്സ് ബൈൽ സാൾട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? ഇറ്റ്സ് ദ ഹെയർ ടെസ്റ്റ് ആണ്. നമ്മൾ ഇറ്റ്സ് ദ ബൈൽ സാൾട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ആണോ അല്ലേടെ? ആണോ? എല്ലാരും പറ. ഹെയർ ടെസ്റ്റ് അല്ലേ? ഹെയർ ടെസ്റ്റ്. അവിടെ നമ്മൾ യൂറിന്റെ കൂടെ എന്ത് മിക്സ് ചെയ്യും? ദ സൾഫർ മിക്സ് ചെയ്യും അല്ലേ? അവിടെ നമ്മൾ യൂറിന്റെ കൂടെ എന്ത് മിക്സ് ചെയ്യും? ദ സൾഫർ മിക്സ് ചെയ്യും. അടുത്ത ടെസ്റ്റ് ഇറ്റ്സ് ദ ബൈൽ പിഗ്മെന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? ദ സ്മിത്ത് ടെസ്റ്റ് അല്ലെ? സ്മിത്ത് ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ യൂറിന്റെ കൂടെ എന്ത് മിക്സ് ചെയ്യും? ഇറ്റ്സ് അയോഡിൻ മിക്സ് ചെയ്യും അല്ലെ? അയോഡിൻ മിക്സ് ചെയ്യും. അവിടെ കിട്ടുന്ന കളർ എന്തായിരിക്കും? ഇറ്റ്സ് ഗ്രീൻ കളർ കിട്ടുകയാണെങ്കിൽ അവിടെ ഇസ് ദ ബൈൽ പിഗ്മെന്റ് പോസിറ്റീവ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ കിട്ടി? അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പറഞ്ഞേ. ഇൻ ദ സ്മിത്ത് ടെസ്റ്റിനകത്ത് ബൈൽ പിഗ്മെന്റ് ഏതായിരിക്കും? അയഡിൻ. ഇസ് ദ ടിഞ്ചർ ഓഫ് അയഡിൻ. കിട്ടിയല്ലോ ആൻസർ. യെസ്, കിട്ടി. കണ്ടു? ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അടുത്ത 8ാം ക്വസ്റ്റ്യൻ വായിച്ചേ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഇൻ ദ അപ്പർ ജി ബ്ലീഡിങ് ദ സ്റ്റൂൾ വിൽ ബി. അങ്ങനെയായിരിക്കും. കളർ ദ ബ്ലാക്ക് ആണോ, or the tarry ആണോ, or the clay ആണോ, or the normal ആണോ? എന്ത് കളറാ? സ്റ്റൂൾ എങ്ങനെ ആയിരിക്കും? ഇത് ബ്ലാക്ക് ആണോ, or the tarry ബ്ലാക്ക് ആണോ? സി ദ tarry ബ്ലാക്ക് അല്ലേ? അല്ലേടെ. അപ്പൊ സ്റ്റൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലായല്ലോ? സ്റ്റൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അറിയണം
ദ റിബൺ ലൈക്ക് സ്റ്റൂൾ എവിടെ കാണും? അപ്പോൾ ദ റിബൺ ലൈക്ക് സ്റ്റൂൾ, ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്റ്റൂൾ എന്ന വാക്ക് മാത്രമേ എനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, സ്റ്റൂൾ എന്നൊരു വാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റിബൺ ലൈക്ക് സ്റ്റൂൾ എവിടെ കാണും? എവിടെ കാണും? ഏതായിരിക്കും? ഹിസ്ബർഗസ് ഡിസീസ് ആണോടെ? ഹിസ്ബർഗസ് ഡിസീസിലല്ലേ റിബൺ ലൈക്ക് സ്റ്റൂൾ കാണുന്നത്? ആലോചിച്ച് പറഞ്ഞേ. ആണ് ആണ് ആണോ 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 ആണ്. ആരെവിടെയും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് പഠിക്കും നമ്മൾ, പിന്നെ പഠിക്കും. യെസ്, ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇതുവരെ ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ആരോ എന്തോ പറഞ്ഞു, ഇറ്റ് ഇൻഡ്യൂസ് അസംപ്ഷൻ ആരോ പറഞ്ഞു. അവിടെ എന്ത് കാണും? നിങ്ങൾ ആരോ ഇൻഡ്യൂസ് അസംപ്ഷൻ പറഞ്ഞു. അവിടെ നിങ്ങൾ സ്ഥിരം കാണാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർക്ക് പറയാം? ദ സോസേജ് ഷേപ്പ് മാസ് ആണോ? ആരും ഇൻഡ്യൂസ് അസംപ്ഷൻ എന്ന് തെറ്റായി പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുകയാണ്. അവിടെ എപ്പോഴും കേരള പീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ദ സോസേജ് ഷേപ്ഡ് മാസ് ആണോ? ആരും കണ്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ എവിടെയും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? the sausage shaped mass. The sausage shaped mass കാണുന്ന എവിടെയാ? ഇൻഡ്യൂസ് അസംപ്ഷനിൽ കാണും. ഇൻഡ്യൂസ് അസംപ്ഷനിൽ കാണും. കാണും കാണും കാണും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ചോദിക്കട്ടെ. പിന്നെ എവിടെ ഒരു മാസ് പഠിച്ചിട്ടുണ്ട്? ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഇറ്റ്സ് ഒലീവ് ലൈക്ക് മാസ് കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് ഒലീവ് ലൈക്ക് മാസ് എവിടെ കാണും? ഇൻ ദ പൈലോറിക് സ്റ്റീനോസിസിലാണോ? ഇൻ ദ പൈലോറിക് സ്റ്റീനോസിസ് എന്ന കണ്ടീഷനിൽ കാണപ്പെടുന്ന ദ ടൈപ്പ് ഓഫ് മാസ് ഏതാ? ഇറ്റ്സ് ഒലീവ് ലൈക്ക് മാസ് കാണപ്പെടുന്ന. അപ്പൊ എവിടെയാ? പൈലോറിക് സ്റ്റീനോസിസിൽ കാണും. ആൻഡ് ദ സോസേജ് ഷേപ്പ് മാസ്ക് എവിടെ കാണും? ഇൻഡ്യൂസ് അസംപ്ഷനിൽ കാണും. ഇനി മാറത്തില്ലല്ലോ. മാറത്തില്ലല്ലോ. യെസ്, മാറത്തില്ല. അപ്പൊ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ പറഞ്ഞ? ഈ പറഞ്ഞ സ്റ്റൂൾ, ദ റിബൺ ലൈക്ക് സ്റ്റൂൾ എവിടെ കാണും? അപ്പോ ദ റിബൺ ലൈക്ക് സ്റ്റൂൾ എവിടെ കാണും? അപ്പോ ഇറ്റ്സ് ദ റിബൺ ലൈക്ക് സ്റ്റൂൾ. അപ്പോൾ എവിടെ കാണും? ഇറ്റ്സ് ദ ഹിസ്ബർഗസ് ഡിസീസ് അല്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഏതാടെ? ഇറ്റ് ദ ടാറി ബ്ലാക്ക് ആണോ? യെസ്, അതും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഈ പറഞ്ഞൊരു വൈറൽ ഇൻഫെക്ഷനില് അവിടെ കൂടി നിൽക്കുന്ന ഈ പറഞ്ഞ കൗണ്ട് ഏതാണ്? ന്യൂട്രോഫിൽ ആണോ, ഓർ ലിംഫോസൈറ്റ് ആണോ, ഓർ മോണോസൈറ്റ് ആണോ, ഓർ ഈസ്നോഫിൽ ആണോ? ഏതാ കൂടിയിരിക്കുന്നത്? ഏത് കൂടി നിൽക്കും? എല്ലാരും പറയണം. ഏത് കൂടി നിൽക്കും? ഈസ്നോഫിൽ ആണോ? ആണോടെ? ഈസ്നോഫിൽ ആണോ? അപ്പൊ അതുമായി ബന്ധം എനിക്ക് അറിയേണ്ട കാര്യം, ഫസ്റ്റ് കാര്യം, ഇപ്പൊ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു പാരാസൈറ്റിക് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു പാരാസൈറ്റിക് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്
അങ്ങനെ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ഇതിൽ ആരാണ്? ഇസ് ന്യൂട്രോഫിൽ ആണോ, ഓർ ദ മോണോസൈറ്റ് ആണോ, ഓർ ദ ലിംഫോസൈറ്റ് ആണോ, ഈസ്നോഫിൽ ആണോ? നമ്മുടെ ശരീരത്തിലോട്ട് ഒരു പാരാസൈറ്റ്സിനെ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഫോർ എക്സാമ്പിൾ ദ വോംസ് പറയാം. ആരാ? ഈസ്നോഫിൽ അല്ലേ? ഈസ്നോഫിൽ അല്ലേ? ഈസ്നോഫിൽ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഈസ്നോഫിൽ ആണ്. പക്ഷെ ആൻസർ ശരിയാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിക്കട്ടെ. ഏറ്റവും വളരെ ചെറുതും അവിടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും വേഗത കൂടിയതുമായിട്ടുള്ള ഇതിലാരാ? ന്യൂട്രോഫിൽ ആണോ, ഈസ്നോഫിൽ ആണോ? അതായത് നമ്മുടെ ശരീരത്തിലോട്ട് ഏതെങ്കിലും ടിഷ്യൂ സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനെ ഫസ്റ്റ് റിമൂവ് ചെയ്ത് വരുന്ന ആരാ? വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ വേഗതയോടുകൂടി വളരെ ചെറുതാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഒരു ടിഷ്യൂ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്ന ആരെതിൽ? ന്യൂട്രോഫിൽ ആണോ, ഈസ്നോഫിൽ ആണോ, ബാസോഫിൽ ആണോ, ഓർ ദ മോണോസൈറ്റ് ആണോ? ന്യൂട്രോഫിൽ അല്ലേ? ന്യൂട്രോഫിൽ അല്ലേ? യെസ്, ന്യൂട്രോഫിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ബോഡിയിൽ ഒരു അലർജിക് റിയാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ആരാ? ന്യൂട്രോഫിൽ ആണോ, ബാസോഫിൽ ആണോ, ഈസ്നോഫിൽ ആണോ, ഓർ ദ ലിംഫോസൈറ്റ് ആണോ? ഒരു അലർജിക് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നവനാരാ? ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് ബാസോഫിൽ ആണോടെ, ഈസ്നോഫിൽ ആണോടെ? ഈസ്നോഫിൽ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ. ഈ കൂട്ടത്തിൽ ഏറ്റവും ലാർജസ്റ്റ് WBC പാർട്ട് ആരാ? ഈ കൂട്ടത്തിൽ ഏറ്റവും ലാർജസ്റ്റ് WBC ഏത് പാർട്ടാണ്? ഏതാണ്? ഇതിനകത്താരാ? മോണോസൈറ്റ് അല്ലേ? മോണോസൈറ്റ് അല്ലേ? ഏറ്റവും ലാർജസ്റ്റ് WBC ആരാ? മോണോസൈറ്റ് അല്ലേ? ആണ്. മോണോസൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ മോണോസൈറ്റുകൾ വളരെ ചെറുതും, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോ. ഇത് മോണോസൈറ്റുകൾ വളരെ ചെറുതും പക്ഷെ അവനേക്കാൾ ഏറ്റവും വലിയ ന്യൂക്ലിയസ് ഉള്ള ആരാ? ഇതിൽ ഈ പറഞ്ഞ മോണോസൈറ്റുകൾ ചെറുതുമാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ ന്യൂക്ലിയസ് ഉള്ള ആർക്കാ? ലിംഫോസൈറ്റിനല്ലേ? ലിംഫോസൈറ്റിനല്ലേ? ആണ് അല്ലേ? മോണോസൈറ്റുകൾ വളരെ ചെറുതാണ് പക്ഷെ ലിംഫോസൈറ്റാണ് എന്തുള്ളത്? ഏറ്റവും വലിയ ന്യൂക്ലിയ ഉള്ളത്. ആണോ അല്ലയോ? യെസ് ആണ്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയോ? ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ് ഉണ്ട്? ടീം ആൻഡ് ദ ബീം ഇല്ലേ? ടീം ആൻഡ് ദ ബീം ഇല്ലേ? ഉണ്ട്, 2 ടൈപ്പ് ഉണ്ടല്ലേ? പഠിക്കും നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A medication order that can be carried out indefinitely ഏതായിരിക്കും? സ്റ്റാർട്ട് ആണോ, സിംഗിൾ ഓർഡർ ആണോ, സ്റ്റാൻഡിങ് ഓർഡർ ആണോ, ഓർ ദ PR ആണോ? ഏതാണ് ഓപ്ഷൻ? ആൻസർ ഏതാ? സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം തന്നെ പറഞ്ഞുതരാം. സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോ എന്താ? സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോ എന്തായിരിക്കും?
എന്താണ് സ്റ്റാൻഡിങ് ഓർഡർ? പറഞ്ഞേ അത് 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 പലത് ചിലപ്പോൾ മാത്രം കൊടുക്കുന്നതാണോ അവിടെ? ഇത് നിലനിൽക്കുന്ന ഓർഡർ അല്ലേ അടേ? അല്ലേടെ? അല്ലേ? അല്ല. അപ്പൊ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് വരുന്ന എവിടെയാ? ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് വരുന്ന എവിടെയാ? That is PRN. If required വരുന്ന എവിടെയാ? അത് PRN. PRN എന്ന് പറയുമ്പോൾ അത് റിക്വയർഡ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ആൻഡ് ഓഡി എന്ന് പറഞ്ഞ എന്താ? ഇത് ഡെയിലി ഈച്ച് ഡേ കൊടുക്കണ്ടേ? അല്ലടേ, ഇറ്റ് ഈസ് ഈച്ച് ഡേ അല്ലേടേ? ഡെയിലി. ആൻഡ് AC എന്ന് പറഞ്ഞാൽ എന്താ? AC is A.C. Is the B4 meals ആണോ? AC എന്ന് പറയുമ്പോൾ ഇത് B4 meal ആണോ? B4 meal ആണ്. ആൻഡ് OM എന്താ? OM എന്ന് പറഞ്ഞ എന്താ? എന്താണ് ഇറ്റ്സ് OM എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഈച്ച് മോർണിംഗ് ആണോ? ഈച്ച് മോർണിംഗ് ആണോ? ഇറ്റ്സ് OM എന്ന് പറഞ്ഞാൽ ഈച്ച് മോർണിംഗ് ആണ്. അപ്പൊ ഈച്ച് നൈറ്റ് എന്ത് പറയും? ഇറ്റ്സ് ON എന്ന് പറയാം അല്ലേ? ഇറ്റ്സ് ON. ആരോ HS പറഞ്ഞു. എന്താ HS എന്താ? അറ്റ് ദ ബെഡ് ടൈം അല്ലേ? ആരോ HS പറഞ്ഞു. ആദ്യം എന്താ? അറ്റ് ദ ബെഡ് ടൈമിൽ വരുന്നതിന് വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് HS എന്ന് വിളിക്കാം. അപ്പൊ ഇനി ചറപറ പറഞ്ഞ് ഫസ്റ്റ് ഞാൻ ചോദിക്കുന്ന കാര്യം, SOS എന്ന് പറഞ്ഞ എന്താ? എമർജൻസി സമയത്ത് പോകുന്നവിടെ ഇറ്റ്സ് SOS എന്ന് പറയുമ്പോൾ എമർജൻസി. ആൻഡ് ദ PRN എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ്. ആൻഡ് OD എന്ന് പറഞ്ഞാൽ ഇസ് ദ ഡെയിലി, ഈച്ച് ഡേ അല്ലേ? ഡെയിലി അല്ലേ? ആൻഡ് AC എന്ന് പറഞ്ഞാൽ ഇസ് ദ B4 meals. AC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് B4 meals. ആൻഡ് OM എന്ന് പറഞ്ഞാൽ ഈച്ച് മോർണിംഗ് കൊടുക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ON എന്ന് പറഞ്ഞാൽ ഈച്ച് നൈറ്റ്, എല്ലാ ദിവസവും രാത്രി. ആൻഡ് H എന്ന് പറഞ്ഞ എന്താണ്? ആൻഡ് H എന്ന് പറഞ്ഞ ദാറ്റ്സ് ഹവേർലി. ആൻഡ് ദ Q എന്താ? സ്മാൾ ലെറ്റർ Q എന്താ? എവരി ആണോടെ? എവരിയാണ്. അല്ലേ? അപ്പൊ തോന്നും AC എന്ന് പറഞ്ഞ എന്താ? AC എന്താ? വീണ്ടും പറഞ്ഞു AC എന്താ? AC that's B4 meals. And the AC. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഇത് ഫുഡ് കഴിച്ചു കൊടുക്കേണ്ടെന്ന് പറയട്ടെ. ഈ പറഞ്ഞ ഇങ്ങനത്തെ ഫുഡ് കഴിക്കേണ്ടെന്ന് വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ആഫ്റ്റർ മീൽസിനെ പറയുന്ന പേരെന്താ? ദാറ്റ് ഇസ് PC. ഇറ്റ്സ് ആഫ്റ്റർ മീലിനെ വിളിക്കുന്ന പേരെന്താ? ദാറ്റ് ഇസ് PC. തെറ്റിക്കരുത്. ദാറ്റ്സ് PC. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് അറ്റ് ഓൺസ് അല്ലേ? സ്റ്റാർട്ട് എന്ന് പറഞ്ഞ അറ്റ് ഓൺസ് അല്ലേ? അറ്റ് ഓൺസ് ആണെങ്കിൽ സ്റ്റാർട്ട്. നേരത്തെ ആരോ പറഞ്ഞ സംഭവം ഈ പറഞ്ഞ HS എന്താ? HS എന്താ? at the bedtime. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ പറഞ്ഞ ടുനൈറ്റിന് പറയുന്ന പേരെന്താ? ഇന്ന് രാത്രി. ആണോടെ?
ഇത് HN ആണോ? ഇത് HN എന്താ? ട്യൂനേറ്റ് എന്ന് പറയാം. ആ എല്ലാം പറഞ്ഞല്ലോ ഇവിടെ, എല്ലാം പറഞ്ഞില്ലേടെ, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞില്ലേടെ, എല്ലാം പറയും. ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട് എല്ലാം പഠിച്ചില്ലേ? യെസ്. ഏറ്റവും അവസാനമായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. ദ ഹിസ്റ്ററി ഓഫ് പേഷ്യനെ വിളിക്കുന്ന പേരെന്താ? ഈ പറഞ്ഞ ദ ഹിസ്റ്ററി ഓഫ് പേഷ്യന് പണ്ട് ഇടുന്ന ഒരു കാര്യമുണ്ട്. ഇത് HX ആണോ? ആണോ? ഇത് HX ആണോ? HX ആണോ? ദ ഹിസ്റ്ററി ഓഫ് പേഷ്യൻ, ദ ഹിസ്റ്ററി ഓഫ് പേഷ്യൻ. യെസ്. ഇതുവരെ ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈ മാസം 29 എക്സാം ഉണ്ട്. അതിനോട് എല്ലാം എന്താണ് പഠിക്കുന്നുണ്ടോ? ഈ മാസം 29 എക്സാം എന്തുകൊണ്ട്? അതിനോട് പഠിക്കുന്നുണ്ടോ? അവിടെ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ആ ഉണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ഓഫ് യുവർ മൈക്സ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. അതെ, ഓഫ് യുവർ മൈക്സ് എല്ലാവരും. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാ എത്രയാ? ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാ എത്രയാ? 10 ml ആണോ, 15 ml ആണോ, 20 ml ആണോ, 25 ml ആണോ? ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാ എത്ര? ഇറ്റ് ഈസ് 15 ml എന്ന് പറഞ്ഞു. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് എത്രയുടെ? 15 ml. 15 ആണോ? ആണോടെ? 15 ml അല്ലേ? ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ml ആണ്. അപ്പൊ ഒരു ടീസ്പൂൺ എത്രയാ? 5 ml. ഒരു ടീസ്പൂൺ എത്രയാ? 5 ml ഒരു ടീസ്പൂൺ എന്ന് പറയാം. 5 ml ഒരു ടീസ്പൂൺ എന്ന് പറയാം. ഇനി ഒരു സിംഗിൾ CC എത്രയാ? ഒരു CC എത്രയാ? ഒരു CC എന്ന് പറയുന്നത് എത്ര ml ആണ്? ഒരു CC 1 ml അല്ലേ? ഒരു CC എന്ന് പറയാ എത്രയാ? ഒരു CC 1 ml. ഒരു CC 1 ml. ആൻഡ് ഒരു ടീ കപ്പ് എത്രയാ? ഒരു ടീ കപ്പ് എത്രയാ? 150 ml ആണ് അവിടെ ഒരു ടീ കപ്പ്. 150 ml ഒരു ടീ കപ്പ്. ഒരു ടീ കപ്പ് 150 ml അല്ലേ? ഒരു ടീ കപ്പ് 150 ml ആണ്. ഒരു ടീ കപ്പ് ആണെങ്കിൽ 150 ml. ഒരു ഗ്ലാസ് എത്രയാ? അതാണ് 200 ml. ഒരു ഗ്ലാസ് എത്രയാ? അതാണ് 200 ml അല്ലേ? ഇനി സ്ഥിരം ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരു സിംഗിൾ ഔൺസ് എത്രയാ? ഒരു ഔൺസ് എത്രയാ? 30 ml അല്ലേ? ഒരു ഔൺസ് 30 ml. അപ്പൊ കുറെ ml പറഞ്ഞു. ഞാൻ സ്പീഡിൽ പറഞ്ഞുതരാം. ഒരു ml എത്രയാ? ഒരു ml ഒരു CC അല്ലേ? ഒരു ml ആണെങ്കിൽ ഒരു CC. 5 ml ആണെങ്കിലോ? 5 ml ആണെങ്കിലോ ഒരു ടീ കപ്പ് എന്ന് വിളിക്കാം. 5 ml ആണെങ്കിൽ ഒരു ടീ കപ്പ് എന്ന് വിളിക്കാം. ഇനി 15 ml ആണെങ്കിലോ? 15 ml ആണെങ്കിലോ? ദാറ്റ് ഈസ് ഒരു ടേബിൾ സ്പൂൺ ആണ് അവിടെ. ഒരു ടേബിൾ സ്പൂൺ അവിടെ ഒരു 15 ml. അവിടെ ഒരു ടേബിൾ സ്പൂൺ 15 ml. 15 ml ഒരു ടേബിൾ സ്പൂൺ. ഇനി 5 ml എന്താ? 5 ml എന്താ? ഒരു ടീസ്പൂൺ അല്ലേ? 5 ml ഒരു ടീസ്പൂൺ ആണ്. ആൻഡ് 30 ml എന്താ? 30 ml എന്താ? ഒരു ഔൺസിന് 30 ml എന്ന് വിളിക്കാം. ഇനി ഒരു 200 ml ആണെങ്കിൽ ഒരു ഗ്ലാസ് എന്ന് വിളിക്കാം. ആൻഡ് ഒരു ടീ കപ്പ് ആണെങ്കിലോ 150 ml എന്ന് വിളിക്കാം. ഒരു സിംഗിൾ ml ആണെങ്കിൽ നിങ്ങൾ സിറിഞ്ചൊക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്, ഒരു സിംഗിൾ ml ആണെങ്കിൽ 1 cc എന്ന് വിളിക്കാം.
500 ml എന്ത് വിളിക്കാം? ചോദിക്കട്ടെ, 500 ml എന്ത് വിളിക്കാം? ഒരു പൈന്റ് എന്നാണോ? ഒരു പൈന്റ് എന്നാണോ? ഒരു പൈന്റ് എന്നാണ് 500 ml. 500 ml വിളിക്കുന്ന പേര് ഒരു പൈന്റ് എന്ന് വിളിക്കുക. അല്ലേടെ? അല്ലേടെ? നമ്മളപ്പോ എല്ലാ എമ്മലും പഠിച്ചില്ലേ? എടേ എല്ലാ എമ്മലും പഠിച്ചില്ലേ? എല്ലാ എമ്മൽ എല്ലാം പഠിച്ചില്ലേ? 5 ml. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദാറ്റ് ഇസ് ഒരു 4 ml എന്താ? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദാറ്റ് ഇസ് ഒരു 4 ml എന്താ? 4 ml എന്താ? ഒരു ഡ്രാൻ ആണോ? ഒരു ഡ്രാൻ അല്ലേ? ഒരു ഡ്രാൻ അല്ലേ? 4 ml എന്താ? ഒരു ഡ്രാൻ എന്ന് വിളിച്ചുകൂടെ? 4 ml ഒരു ഡ്രാൻ എന്നും കൂടെ വിളിക്കാം. ഇതുവരെ കിട്ടിയോ? നിങ്ങൾ എവിടെ പഠിക്കുന്ന കാര്യം ഇതൊക്കെ? നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിക്കുന്ന കാര്യമല്ലേ? ഇൻ ദ നഴ്സിംഗ് ഫൗണ്ടേഷനിലെ നോർമൽ വാല്യൂസിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടെ പറഞ്ഞു കേട്ടെ. ഒരു ഫൂട്ട് എത്രയാ? ഒരു ഫൂട്ട് എത്രയാ? ഒരു ഫൂട്ട് എത്രയാ? ഒരു ഫൂട്ട് എത്രയാ? ഒരു ഫൂട്ട് 12 ഇഞ്ച് ആണോ? 12 ഇഞ്ച് അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ ആണ്. ഒരു ഫൂട്ട് എന്ന് പറയുന്നത് അത് 12 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 30 സെന്റിമീറ്റർ ആണ്. ഒരു യാർഡ് എത്രയാ? ഒരു യാർഡ് എത്രയാ? 0.9 സെന്റിമീറ്റർ നമ്മൾ വിളിക്കുന്ന പേര് സിംഗിൾ യാർഡ് എന്ന് വിളിക്കാം. 0.9 സെന്റിമീറ്റർ നമ്മൾ വിളിക്കുന്ന പേര് 1 യാർഡ് എന്ന് വിളിക്കാം. ഇനി ഒരു പൗണ്ട് എത്രയാ? ഒരു പൗണ്ട് എത്രയാ? ഒരു പൗണ്ട് 0.45 kg അല്ലേ? 0.45 kg അല്ലേ? ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാ? 0.45 kg ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു കിലോ എത്രയാ? ഒരു കിലോ എത്ര പൗണ്ടാ? ഒരു കിലോ എന്ന് പറഞ്ഞ എത്ര പൗണ്ടാ? 2.2 പൗണ്ട് ആണോ? 2.2 പൗണ്ട് അല്ലേ? 2.2 പൗണ്ട് അല്ലേ ഒരു കിലോ? 2.2 പൗണ്ട് അല്ലേ ഒരു കിലോ എന്ന് പറയുന്നത് ആണ്. ഒരു സിംഗിൾ ഇഞ്ച് എത്ര സെന്റിമീറ്ററാ? ഒരു സിംഗിൾ ഇഞ്ച് എത്ര സെന്റിമീറ്ററാ? 2.5 സെന്റിമീറ്റർ ആണോ? ഒരു 2.5 സെന്റിമീറ്റർ ആണ് സിംഗിൾ ഇഞ്ച് എന്ന് പറയുന്നത്. ഒരു മൈൽ എത്ര കിലോമീറ്ററാ? ഒരു മൈൽ എത്ര കിലോമീറ്ററാ? 1.6 കിലോമീറ്റർ അല്ലേ? 1.6 കിലോമീറ്റർ അല്ലേ? 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 യെസ്, 1.6 കിലോമീറ്റർ ആണ്. നമ്മൾ മൊത്തം 15 ക്വസ്റ്റ്യൻ പഠിച്ചു. പക്ഷെ 15 ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? 15 ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിലും ഒരുപാട് കാര്യം പഠിച്ചില്ലേ? പിന്നൊരു കാര്യം ടുമാറോ കോളേജ് നേരത്തെ ഇരിക്കാമോ? ഒരു എത്ര മണിക്ക് ഇരിക്കട്ടെ? ടുമാറോ എത്ര മണിക്ക് ഇരിക്കാം? ഈ പറഞ്ഞ എക്സാം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറയാറുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പറയാറുണ്ട്. ടുമാറോ എത്ര മണിക്ക് ഇരിക്കാം? രാത്രി ഒരു 7:30 ഓക്കെ ആണോ? രാത്രി 7:30 ഓക്കെ ആണോ ടുമാറോ? രാത്രി ഒരു 7:30. ഈവൻ എക്സാം ആൾക്കാർക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, ഒരുപാട് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഈ വരുന്ന എക്സാം ഉള്ള ആൾക്കാർക്ക് ഉപയോഗപ്പെടും. രാത്രി 7:30 മണി തൊട്ട് ഇരിക്കാമോ? ഞാൻ വന്നിരിക്കാം, നിങ്ങൾ പഠിച്ചാൽ മതി. രാത്രി 7:30 മണി തൊട്ട് ഇരിക്കാം അവിടെ, ഇതുപോലെ ഒരു പഠിക്കാം അവിടെ. യെസ്, ഓക്കെ. നാളെ കാണാം. നാളെ 7:30 നാളെ രാത്രി 7:30 അലാറം വെച്ചൊക്കെ എഴുതും രാത്രി. ഓക്കെ, താങ്ക് യു സോ മച്ച്.